വളരെ ഭയത്തോടെ, അപ്പോൾ തന്നെ അതീവ ഗൗരവത്തോടെ ഒരു സന്ദേശം നിങ്ങൾ കൈമാറുവാൻ ദൈവം എന്നെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അതിന് ശരിയായ ഗൗരവത്തിൽ എന്റെ എല്ലാ ബഹുമാന ശ്രോതാക്കളെയും ഇതൊന്ന് പറഞ്ഞ് ബോധ്യമാക്കുവാൻ കഴിഞ്ഞെങ്കിൽ എന്നാണ് എന്റെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ദൈവം ന്യായം വിധിക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ അറിയാം? മാത്രമല്ല, ഇനി ഒരു ന്യായവിധി വരുവാനുണ്ടോ? അതെങ്ങനെ അറിയാം? മനുഷ്യന് മരണശേഷം ഒരു ജീവിതമുണ്ടോ? ആരാണ് ഉറപ്പു തരേണ്ടത്? മരണശേഷം നമ്മുടെ ആത്മാവ് എവിടെയായിരിക്കും കുടികൊള്ളുന്നത്? ആരാണ് കൃത്യമായ ഉത്തരം തരേണ്ടത്? മാത്രമല്ല, കേരളം, ഭാരതം ഉൾപ്പെടെ ലോകരാജ്യങ്ങളെ ന്യായം വിധിക്കുവാൻ ഒരു ദൈവം എന്നെങ്കിലും തയ്യാറാകുമോ? അറിയണ്ടേ? നമ്മുടെ പത്തനംതിട്ട പട്ടണം മാത്രമല്ല, കേരളം മാത്രമല്ല, ഈ ഭാരതം മാത്രമല്ല, ലോകരാജ്യങ്ങളിലെ ജനകോടികളെ നിയന്ത്രിക്കുവാൻ, ജനകോടികൾ മറുപടി പറയുവാൻ ബാധ്യതയുള്ള ഒരു ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ അതേത് ദൈവമായിരിക്കും? അറിയണ്ടേ? അറിയാൻ നമുക്ക് താല്പര്യമില്ലേ? വയലാർ ഒരിക്കൽ എഴുതി, ഹിന്ദുവായി, മുസ്ലിമായി, ക്രിസ്ത്യാനിയായി, നമ്മെ കണ്ടാലറിയായി, ഇന്ത്യ ഭ്രാന്താലയമായി. സ്നേഹിതന്മാരെ, ദൈവത്തിന് യാതൊരു പങ്കും ഇക്കാര്യത്തിലില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെയും നിങ്ങളുടെയും അമ്മയൊന്നാണ്, ഹവ്വയുടെ മക്കളാണ് ഞാനും നിങ്ങളും. എന്റെയും നിങ്ങളുടെയും മാതാപിതാക്കൾ ഒന്നാണ്. ദൈവം ആദിയിൽ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. കാലങ്ങൾ മാറിയപ്പോൾ നമ്മുടെ സ്വാർത്ഥത കൊണ്ട് ഹിന്ദുവായി, മുസ്ലിമായി, ക്രിസ്ത്യാനിയായി, സിഖായി, പാഴ്സിയായി, നമ്മളെ കണ്ടാലറിയാതായി വേലിക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ട് പരസ്പരം ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ആരോ ആയി നമ്മൾ മാറിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് കണ്ണുനീരൊടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അധികമായി പോകുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്വർഗത്തിലെ മാലാഖമാർക്ക് കണ്ണുനീരുണ്ടായിരുന്നെങ്കിൽ സ്വർഗത്തട്ട് കണ്ണുനീര് കൊണ്ട് നിറയുമായിരുന്നു നമ്മുടെ പാപത്തിന്റെ പൂരിപ്പിക്കൽ കണ്ടിട്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ വളരെ ആത്മാർത്ഥത്തോടെ പറയുന്നു, ചോദിക്കുവാൻ, പറയുവാൻ, കാര്യങ്ങളെ കണക്ക് ബോധിപ്പിക്കുവാൻ, അക്കമിട്ടും അടിവരയിട്ടും നമ്മെ കൊണ്ട് കാര്യം പറയിപ്പിക്കുവാൻ കഴിവുള്ള, ത്രാണിയുള്ള ഒരു ദൈവം ജീവിക്കുന്നു. ബൈബിൾ പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് വളരെ വേഗത്തിൽ, വേദനയോടെ, അപ്പോൾ തന്നെ അതിന്റെ ഗൗരവത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, നമ്മുടെ മരണശേഷം ഒരു ജീവിതമുണ്ട്. ദൈവത്തോട് നാം കണക്ക് പറഞ്ഞേ മതിയാകുകയുള്ളൂ. എണ്ണി എണ്ണി നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും പറയണമെന്ന് ബൈബിൾ രേഖയാക്കിയിരിക്കുന്നു. എന്നാൽ ഭാവിയിൽ ഒരു ന്യായവിധി ഉണ്ട് എന്നതിന് പറഞ്ഞവസാനിപ്പിക്കുവാൻ താല്പര്യമില്ല. അങ്ങനെ ദൈവം ഭാവിയിൽ നിത്യമായൊരു ന്യായവിധി നടത്തും എന്നതിന്റെ തെളിവുകളാണ് ഇന്ന് രാത്രിയിൽ നിരത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ഒരു കാര്യം ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുന്നു, ഭാവിയിൽ ഒരു ന്യായവിധി വരാൻ പോകുകയാണ്. ഈ 2005 ദൈവം പക്ഷേ ന്യായവിധി നടത്തുവാൻ സാധ്യതയുണ്ട്. ആനുകാലിക സംഭവങ്ങൾ അത് കൃത്യമായി തെളിയിക്കുന്നു. ഈ 2 തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ എനിക്കും നിങ്ങൾക്കും ഒരു ന്യായവിധി ഉണ്ട് എന്ന് തെളിയിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ദൈവം ന്യായം വിധിക്കുമോ? എങ്ങനെ അറിയാം? ചരിത്രത്തിൽ ദൈവം നടത്തിയ നിരവധി ന്യായവിധികളുണ്ട്. ഒരു 3 കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, നോഹ എന്ന ഒരു വൃദ്ധൻ ജീവിച്ച കാലം. സൺഡേ സ്കൂൾ കുട്ടികൾ പോലും പഠിക്കുന്ന ഒരു ഗുണപാഠം. ഇന്നേക്ക് 1000 കൊല്ലങ്ങൾക്കപ്പുറം 10,000 കുടുംബങ്ങൾ ലോകത്തുണ്ടായിരുന്ന കാലം. അവരുടെ പാപം വർദ്ധിച്ചു. മനുഷ്യൻ ദൈവം സൃഷ്ടിക്കുന്ന നിമിത്തം അവന്റെ ഹൃദയം കഠിനമായി വേദനിച്ച ഒരു കാലഘട്ടം. അന്ന് ദൈവം ലോകത്തെ നോക്കിയപ്പോൾ ദൈവത്തെ അറിയുന്ന ഒരു കുടുംബം മാത്രമേ ഉള്ളൂ. നോഹ എന്ന ഭക്തനായ മനുഷ്യനും തന്റെ ഭാര്യയും 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും മാത്രം. ബാക്കിയുള്ള 10,000 ആളുകൾ ദൈവത്തെ മറന്ന് പാപഭോഗങ്ങളിൽ തൽപരരായി ദൈവത്തിന് വിരോധമായി ജീവിച്ചു. ദൈവത്തിന് ആ ഒരു കുടുംബത്തോട് കരുണ തോന്നി. ദൈവം നോഹയോട് പറഞ്ഞു, അല്ലയോ നോഹേ, ഞാൻ ലോകത്തെ ന്യായം വിധിക്കാൻ പോകുകയാണ്. ഈ ലോകത്തെ ജലപ്രളയത്താൽ മുക്കിക്കൊല്ലുവാൻ തീരുമാനിച്ചിരിക്കുന്നു. 1000 വർഷങ്ങളായി മനുഷ്യനെ നോക്കി സഹനത്തോടെ, ക്ഷമയോടെ കാത്തിരുന്ന ദൈവം മനുഷ്യൻ മടങ്ങി വരുന്നില്ലെന്ന് കണ്ടപ്പോൾ അവരെ ശിക്ഷിക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ കരുണാവാരിധിയായ, കൃപാവത്സലനായ, ദീർഘക്ഷമയുള്ള ദൈവം ശിക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ രക്ഷിക്കുവാനുള്ള ഒരു സംവിധാനം കൂടെ ഏർപ്പെടുത്തി. ഒരു ബാധ്യതയും ദൈവത്തിന് മനുഷ്യനോടില്ലെങ്കിലും അവന്റെ സ്നേഹത്താൽ അവൻ രക്ഷിക്കുവാനായി ഒരു രക്ഷാപേടകം തയ്യാറാക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ നിങ്ങൾക്കറിയാവുന്നതുപോലെ 100-ലേറെ വർഷം നോഹ എന്ന വൃദ്ധൻ തന്റെ മക്കളോടും കുടുംബത്തോടും ഒരുമിച്ച് ഉള്ള പണം മുഴുവൻ ചെലവാക്കി വലിയൊരു കപ്പൽ ദൈവം കൊടുത്ത പ്ലാൻ അനുസരിച്ച് പണിതു. ആ പണിയുമ്പോൾ തന്നെ നോഹ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു, സ്നേഹിതന്മാരെ, ദൈവം ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നു. നിങ്ങളുടെ പാപം വിട്ട് മാനസാന്തരപ്പെട്ട് ഈ പെട്ടകത്തിൽ കയറാതിരുന്നാൽ ദൈവം നാളെ നിങ്ങളെ ന്യായം വിധിക്കും. ആളുകൾ നമ്മളല്ലേ, 2005 അന്നാണേലും ഒരു വ്യത്യാസവും ഇല്ല. നോഹ അനേക നാളുകൾ ഇത് പറഞ്ഞിട്ട്, പതിറ്റാണ്ടുകൾ പറഞ്ഞിട്ട് കുലുക്കം വേണ്ടേ മനുഷ്യര്? സ്നേഹിതന്മാരെ, നോഹ പ്രസംഗിച്ച കാര്യം എന്റെ ഭാഷയിൽ
6 അടി പൊക്കമുള്ള 80 കിലോ തൂക്കമുള്ള ശാസ്ത്രബോധമുള്ള മതബോധമുള്ള, ശാസ്ത്രം പറയുന്നത് പോലെ ചിരിക്കുന്ന മൃഗമായ, ചിന്തിക്കുന്ന മൃഗമായ, കല്യാണം കഴിക്കുന്ന മൃഗമായ, പ്രാർത്ഥിക്കുന്ന മൃഗമായ മനുഷ്യന് മനസ്സിലായില്ല. പക്ഷേ നോഹ പ്രസംഗിച്ചത് കാട്ടാനിക്ക് മനസ്സിലായി, നോഹ പ്രസംഗിച്ചത് കരിമ്പുലിക്ക് മനസ്സിലായി, നോഹ പ്രസംഗിച്ചത് കാട്ടുപോത്തിന് മനസ്സിലായി, നോഹ പ്രസംഗിച്ചത് കരിമൂർക്കന് മനസ്സിലായി. അത് കുടുംബത്തോടെ അതിവേഗത്തിൽ വന്ന് കപ്പലിൽ കയറി ദൈവത്തിന്റെ സമയത്ത് പെട്ടകത്തിന്റെ വാതിലടച്ചു. ദൈവം ന്യായവിധി നടത്തി. 10,000-കണക്കിന് ആളുകൾ, ഈ ഒരു കുടുംബമൊഴികെ ഒരു മനുഷ്യൻ പോലും ശേഷിക്കാതെ വണ്ണം അന്ന് വെള്ളത്തിൽ മുങ്ങി ചത്തു. ദൈവം ലോകത്തോട് പറയുന്നു, ന്യായം വിധിക്കുന്നവനാണ് ഞാൻ. ദൈവത്തിന്റെ നീതിയെ ആര് ചോദ്യം ചെയ്താലും ദൈവം ശിക്ഷിക്കാതെ പോകയില്ല. ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്നോട്, സ്നേഹിതന്മാരെ, നിങ്ങൾ ഈ പറയുന്നത് പോലെ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ച് ദൈവഭയത്തോടുകൂടി ജീവിക്കുന്നവർ മാത്രമേ ന്യായവിധിയിൽ നിന്നും ഒഴിവാകുകയുള്ളൂ എങ്കിൽ ലോകത്തിൽ നിന്ന് ഏകദേശം 600 കോടി ആളുകൾ, ഈ 600 കോടി ആളുകളിൽ എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? അവർ ഉദ്ദേശിക്കുന്നത് ദൈവം ഈ ഭൂരിപക്ഷം ആളുകളെ നോക്കിയിട്ട് ഒരു ന്യൂനപക്ഷം മാത്രം ഇതെല്ലാം അനുസരിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നു, അങ്ങനെ പറയുന്നത് മൗഢ്യമാണ് എന്ന് ദൈവം ചിന്തിക്കുമെന്ന് ആളുകൾ ആരോ ധരിച്ചുപോയി എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എന്റെ സ്നേഹിതന്മാരെ, ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നുള്ള പ്രയോഗം ജനാധിപത്യ രാജ്യത്തെ പ്രയോഗം മാത്രമാണ്. ദൈവത്തിന് ന്യൂനപക്ഷം പ്രശ്നമല്ല, ഭൂരിപക്ഷത്തെയും ദൈവം ആദരിക്കാറില്ല. ദൈവത്തെ ഭയപ്പെടുവാൻ ഒരു കുടുംബമേ ഉള്ളെങ്കിൽ ആ ഒരു കുടുംബത്തോടുകൂടെ പ്രവർത്തിക്കുന്നവനാണ് സ്വർഗത്തിലെ എന്റെ ദൈവം. ഇന്ന് രാത്രിയിൽ ദൈവത്തെ ഭയപ്പെടാൻ ഒരാൾ തയ്യാറാകുമോ? ഇന്ന് രാത്രിയിൽ ദൈവത്തെ അനുസരിക്കാൻ ഒരാൾ തയ്യാറാകുമോ? നിന്നോട് കൂടെ ഈ ദൈവം പ്രവർത്തിക്കുമെന്ന് എന്റെ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിന് ഭൂരിപക്ഷത്തെ ഭയമില്ല. നോഹയുടെ കാലം ദൈവം ലോകത്തെ ന്യായം വിധിക്കുമെന്ന് തെളിയിച്ചു. ശാസ്ത്രമണ്ഡലത്തിൽ ആ സത്യം നാം കണ്ടെടുത്തു കഴിഞ്ഞു. അവിടേക്ക് ഞാൻ വരുന്നില്ല. 2, ആർക്കെങ്കിലും ഇത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് 4 കാശുണ്ടാക്കി കഴിയുന്നതും വേഗം നിങ്ങൾ പലസ്തീനിലേക്ക് പോകണം. അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറിയ ജലതടാകം കിടക്കുന്നു. ലോകത്തിലുള്ള മറ്റ് സകല ജലാശയങ്ങളെക്കാൾ ഈ ജലതടാകത്തിന് ഒരു സവിശേഷത, അതിൽ ജീവന്റെ കണികയില്ല. ലോകത്തിലെ സകല ജലത്തിലും ജലാംശം, ജീവന്റെ അംശമുള്ളപ്പോൾ ഈ ജലത്തിൽ മാത്രം ജീവൻ കണി കാണാനൊക്കെയില്ല. അവിടെ ചെന്ന് നമ്മുടെ ഭാഷയിൽ ചോദിക്കണം, ഡെഡ് സീ, ചാവുകടൽ ചോദിക്കണം, അല്ലയോ ചാവുകടലെ, നീയും ജലമായിരിക്കെ, നീയും വെള്ളമായിരിക്കെ എന്തുകൊണ്ടാണ് ജീവന്റെ കണിക പോലും നിന്നിൽ കാണാതിരിക്കുന്നത്? നമ്മുടെ ഭാഷ ചാവുകടലിന് മനസ്സിലാകുമെങ്കിൽ അതിങ്ങനെ നമ്മളോട് പറയും, അല്ലയോ സ്നേഹിതന്മാരെ, സ്വർഗത്തിലെ ദൈവം ന്യായം വിധിക്കും എന്നതിന്റെ മൗനമായ പ്രതീകമാണ് ഞാൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൊദോം ഗൊമോറ തുടങ്ങിയ 4 പട്ടണങ്ങൾ ദൈവത്തിനു നേരെ പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ആകാശപാളികൾ കീറി തീയും ഗന്ധകവും ഭൂമിയിലേക്ക് വർഷിപ്പിച്ചു. ആ 4 പട്ടണങ്ങൾ സ്ഥിതി ചെയ്ത സ്ഥലമാണ് ഈ ചാവുകടൽ. ലോകത്തിലെ സകല വെള്ളത്തേക്കാൾ ഇവിടെ ഗന്ധകം കൂടുതലായതുകൊണ്ട് ഇവിടെ ജീവന്റെ കണിയുണ്ടായിക്കൂടാ. എന്റെ സ്നേഹിതന്മാരെ, എന്റെ ബൈബിൾ പറഞ്ഞ കാര്യം ശാസ്ത്രമുഖത്ത് സത്യമാണെന്ന് മലർക്കെ നിവർന്നു കടന്നുകൊണ്ട് ചാവുകടൽ വ്യക്തമാക്കുന്നു. ദൈവത്തെ വിശ്വസിക്കാൻ, അവനെ അനുസരിക്കാൻ നമ്മടി കാണിക്കരുത്. 3, ദൈവം പാപത്തെ ശിക്ഷിക്കുമോ? എങ്ങനെ അറിയാം? ദൈവം ആരെയൊക്കെ ശിക്ഷിച്ചിട്ടുണ്ടോ? ലോകത്ത് ആരെയൊക്കെ ന്യായം വിധിച്ചിട്ടുണ്ടോ? അതൊക്കെ കേവലം ഒരു ഭാഗികമായ ന്യായവിധി മാത്രം. എന്നാൽ ദൈവ ന്യായവിധിയുടെ സമ്പൂർണ്ണമായ നിറവേറൽ കാണുവാൻ അല്പം പുറകോട്ടൊന്ന് കണ്ണോടിക്കുക. AD 30 കാൽവറി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ 33.5 വയസ്സുള്ള കർത്താവായ യേശുക്രിസ്തു സമ്പൂർണ്ണ നഗ്നനായി തൂങ്ങിക്കിടക്കുന്നു. യേശുവിനെ അടുത്ത് പരിചയമുള്ള ആരോടും ചോദിച്ചു നോക്ക്, എന്തുകൊണ്ടാണ് റോമൻ നിയമം അനുസരിച്ച് യേശുവിനെ ഇങ്ങനെ ക്രൂശിൽ തൂക്കിയിട്ടിരിക്കുന്നത്? നന്മ മാത്രം ചെയ്ത് നാടുനീളെ സഞ്ചരിച്ച പുണ്യപുരുഷൻ, തൊട്ടതെല്ലാം അനുഗ്രഹമാക്കി മാറ്റിയ എന്റെ കർത്താവായ യേശു എന്തുകൊണ്ടാണ് അവനെ ക്രൂശിൽ തറയ്ക്കുവാൻ തയ്യാറായത്? അവനെ